ഹായ് ലാലേട്ടൻ അനീഷിനെ പൊരിക്കുന്ന വീഡിയോ വന്നതിന് ശേഷം പ്രൊമോ വന്നതിന് ശേഷം പല ആൾക്കാർക്കും ഇരിക്കാൻ പറ്റുന്നില്ല. അതായത് അനീഷിനെ ന്യായീകരിച്ച് മെഴുകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം അവരുടെ വീഡിയോസ് നിങ്ങളൊന്ന് കാണണം. കാരണം അവരുടെ സങ്കടമാണ്. അവർ ന്യായീകരിച്ച് മെഴുകുകയാണ്. ഒരു ചെറിയ കാര്യം, ഒരു തെറ്റുപറ്റി, അതിന് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ലാലേട്ടൻ ശരിയല്ല, ലാലേട്ടനെ പുറത്താക്കണം, ലാലേട്ടൻ ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് അനീഷിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഈ പറയുന്ന ആൾക്കാർ. അനീഷിന് പാവം ഒരു തെറ്റ് പറ്റിയതാണ്. ഡേറ്റ് ആയാൽ മാറിപ്പോകില്ലേ? 12 എന്നുള്ള ഡേറ്റ് മാറി 3 പോയി. അതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അയ്യോ വയ്യ, പാവങ്ങൾ ചിരിപ്പിച്ചു കൊല്ലും. ഡേറ്റ് ആണോ പ്രശ്നം? ഇവിടെ 3 ദിവസം മുൻപാണ് കോള് വന്നത് എന്ന് അനീഷ് പറയുന്നു ബിഗ് ബോസ് വീട്ടിനകത്ത്. ലാലേട്ടൻ പറയുന്നു 12 ദിവസം മുൻപേ കോൾ ചെയ്തിട്ടുണ്ട് എന്ന്. അതായത് 12 ദിവസം മുൻപേ ബിഗ് ബോസിലേക്കുള്ള വിളി അനീഷിന് കിട്ടിയിട്ടുണ്ട് എന്ന്. അതൊരു ചെറിയൊരു മാറ്റമാണെന്ന്. അത് അനീഷിന് തെറ്റുപറ്റിയാണ്, ഓർമ്മപ്പെശകാണ്. അതിന് ഇത്രയ്ക്കും വധിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. പി ആറിനെ കുറിച്ച് അറിയുകയില്ല. ശരിയാണ്, അനീഷ് പാവമാണ്, പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല, പാവം കുട്ടി. ഇതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിങ്ങളെപ്പോലുള്ള അന്തം ഫാൻസ് ഉണ്ട്, അവർക്കേ പറ്റുകയുള്ളൂ. ഞാൻ ഈ പറയുന്നത് കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയത്, ഒരു താടി വെച്ച് തൊപ്പിയൊക്കെ ഇട്ട്, ചിലപ്പോൾ ആളുടെ ഭാര്യ ഉണ്ടാവും വീഡിയോയിൽ. അങ്ങനെ ഒരു ആളുണ്ട്, വീഡിയോ ചെയ്യുന്ന ഒരാൾ, ഒരു യൂട്യൂബർ. നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം ആളുടെ പേര്, ഞാൻ പറയുന്നില്ല. ആള് അനീഷിന് കട്ട സപ്പോർട്ടാണ്. ആള് ന്യായീകരിച്ച് മെഴുകുകയാണ്. അതുപോലെ ഒരു ചേച്ചിയുണ്ട്, എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയാണ്, അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചേച്ചിയാണ്. അവർ പറയുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ ചിരിച്ച് മരിച്ചു. ഞാൻ ന്യായീകരിച്ച് മെഴുകുകയാണെന്നേ. അതായത് അനീഷ് പാവമാണ്, ആൾക്കൊന്നും അറിയില്ല. 2 ദിവസം മുൻപ് അവരിട്ട വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ്. ലൈവില് അനീഷ് പറയുന്നു, പാവം അനീഷ് പറയുന്നു, അദ്ദേഹത്തിന് ബിഗ് ബോസിലേക്ക് വരാൻ ഡ്രസ്സ് വാങ്ങാൻ പണമില്ലാതെ കൂട്ടുകാരനോട് കടം വാങ്ങിച്ചിട്ടാണ് വന്നത് എന്ന്. ആ പാവം മനുഷ്യൻ, സാധാരണക്കാരനായ പാവം മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പണമില്ല. ഇത്രയും പാവപ്പെട്ട മനുഷ്യനെ എന്തിനാണ് ഇവരെല്ലാവരും കൂടി ക്രൂശിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇയാൾക്ക് ജോലിയുണ്ട്, ജോലി രാജിവെച്ച് വീട്ടിലിരിക്കുന്ന ആള്, അയാൾക്ക് പണമില്ലാതെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ച് ഡ്രസ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ഒരാള്. സത്യം സങ്കടമായിപ്പോയി. അതായത് പണിയുണ്ടായിട്ട് പണിക്ക് പോകുന്നില്ല, ആൾക്ക് പണമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. ഇവിടെ ബോധമുള്ള ഒരാൾ ചിന്തിക്കും, അദ്ദേഹത്തിന് ജോലിയുണ്ട്, അത്രയും കൃഷിയുണ്ട്, എന്നിട്ട് പണമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ജോലിയുള്ളതല്ലേ, ആ ജോലിക്ക് പോയെങ്കിൽ നിങ്ങൾക്ക് പണം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാം. അത് ചെയ്യില്ല. അയ്യോ പാവം മനുഷ്യൻ, ഒരു പണിയുമില്ല, ഇപ്പൊ ഭിക്ഷയ്ക്ക് പോവുകയാണ് എന്ന് വരെ പറയും. അതായത് ജോലിക്ക് പോവില്ല, പിച്ച തണ്ടാൻ പോവും എന്ന് വരെ അവർ പറയും. അതായത് അത്രയ്ക്കും പാവമായിട്ട് അനീഷിനെ ഇവർ കാണും. അതാണ് ഇത്തരക്കാരുടെ ഒരു കുഴപ്പം. ചെറിയൊരു ഡേറ്റ് മാറിയതിന്റെ പേരിൽ ലാലേട്ടൻ ഇങ്ങനെ ചീത്ത പറയാൻ പാടില്ല, ലാലേട്ടൻ ശരിയല്ല എന്നാണ് പറയുന്നത്. സത്യമായിട്ടും സങ്കടം വരും. അതായത് ഇവരുടെ ഒരു അവസ്ഥ. അനീഷിനെ ഒന്ന് റോസ്റ്റ് ചെയ്തപ്പോൾ ഇവർ കിടന്ന് മെഴുകുകയാണ്, ലാലേട്ടൻ ശരിയല്ല, അനീഷ് മോൻ പാവമാണ്, ഇത്രയ്ക്ക് പാവപ്പെട്ട മനുഷ്യന്മാരെ ഇങ്ങനെ പറയാൻ പാടില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഒന്നും എടുത്ത് കാണും. രസമാണ് കാര്യങ്ങൾ, ചിരിച്ചും മരിക്കാം. എന്തായാലും ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട്. കളികൾ മാറോ എന്ന് നമുക്ക് നോക്കാം. മാറിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വിവരമുള്ളവർക്ക് കത്തും, വിവരമില്ലാത്തവർക്ക് കത്തില്ല. അനീഷ് ഉയിർ എന്ന് പറഞ്ഞ് അവർ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.